ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സോമശേഖരൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് സജീവൻ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ വന്ന് റസാഖിന് മുന്നിൽ വെളിപ്പെടുത്തിയതോടെ റസാഖ് സോമശേഖരന് നേരെ ചൂടാകുന്നു. എന്താണോ താൻ ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? സർവീസിൽ തികച്ച് ഇരുന്നുകൊണ്ട് തനിക്ക് ഈ സർവീസ് ഊരി വെക്കാൻ റിട്ടയർ ചെയ്ത് പോകണമെന്നൊന്നും തനിക്ക് ആഗ്രഹമില്ലേ? എന്തായാലും അങ്ങനെ സർവീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വല്ല തലയും മുട്ടയടിച്ച് നടന്നു, അതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ജനങ്ങൾ തന്നെ പോലെ ഉള്ളവരെ എടുത്ത് പെരുമാറും, അതാണ് അവസ്ഥ. എന്തായാലും ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, വേഗം ഇറക്കി വിടറോ, അല്ല അയാളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കി വിടറോ എന്ന് പറഞ്ഞതും ഇത് കേട്ടതോടെ അവിടെ നിന്ന് സോമശേഖരൻ ആകെ നിന്ന് ഉരുകുന്ന കണ്ടപ്പോഴേക്കും റസാഖ് പറഞ്ഞു, എന്തായാലും തനിക്ക് തീർച്ചയായിട്ടും അവന്റെ കയ്യിൽ നിന്ന് ഇതിനുള്ള പാരിതോഷികം കിട്ടാതിരിക്കില്ല, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും നേരിട്ട് നിന്ന് താൻ തന്നെ അതിന്റെ തുടക്കമായിട്ട് ആ ലോക്കപ്പിൽ നിന്ന് അവനെ ഇറക്കി വിട്ടോ, അതാ നല്ലത് എന്ന് പറഞ്ഞ് സോമശേഖരനോട് ലോക്കപ്പ് തുറക്കാനായിട്ട് അറിയിച്ചു. അങ്ങനെ സോമശേഖരൻ തന്നെ ശിവനെ ലോക്കപ്പിൽ നിന്ന് പുറത്തിറക്കുമ്പോഴേക്കും സെല്ല് തുറന്ന ആ നിമിഷം ശിവൻ പുറത്തേക്ക് ഒരു വിധത്തിൽ കാലിന് വയ്യാതെ ഇറങ്ങി വരുന്ന നേരത്ത് സോമശേഖരനോട് ശിവൻ പറഞ്ഞു, സോമശേഖര, കരിമൂർഖൻ എന്ന പേരുള്ള ഒരു പാമ്പിനെ കുറിച്ച് താൻ കേട്ടിട്ടുണ്ടോ? അവരെ അറിയാതെയെങ്കിലും അവനെ ഒന്ന് ഉപദ്രവിച്ചു പോയാൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ പക മനസ്സിൽ ഇട്ടുകൊണ്ട് തീർച്ചയായിട്ടും അവൻ പിന്നാലെ എത്തും, അതാണ് അവന്റെ സ്വഭാവം. പിന്നെ ഒറ്റയൊരു കൊത്തിന് അവൻ ആ സ്പോട്ടിൽ തന്നെ ആളെ ഇല്ലാതാക്കും, അത്രയ്ക്ക് വിഷമാണ് അവന്റെ നാവിൻ തുമ്പിലുള്ളത്. അത് ഓർത്തു വെച്ചോ നീ. അങ്ങനെ ഒരു വിഷസഞ്ചിയുമായിട്ടാണ് ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. എപ്പോഴെങ്കിലും എനിക്ക് പാങ്ങിന് നിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ആ വിഷസഞ്ചി ഞാൻ നിന്റെ അണ്ണാക്കിലേക്ക് തുപ്പും, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് ശിവൻ സോമശേഖരനെ വെല്ലുവിളിക്കുമ്പോഴേക്കും, നീ എന്താടാ പോലീസുകാരന്റെ നേരെയാണോടാ വെല്ലുവിളി, അതും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞതും, എനിക്ക് പറയാം, കാരണം ഞാൻ ഇപ്പോ നിരപരാധിയും താൻ കുറ്റക്കാരനുമാണ്. തന്നെ ശിക്ഷിക്കുവാനുള്ള നിയമമൊന്നും ഇവിടെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല, പക്ഷേ എന്റെ പക്കലുണ്ട് തന്നെ ശിക്ഷിക്കുവാനുള്ള ശിക്ഷാവിധികളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശിവൻ സോമശേഖരനോട് ദേഷ്യപ്പെടുമ്പോഴേക്കും, എടാ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സോമശേഖരൻ വീണ്ടും ശബ്ദമുയർത്തുമ്പോ ഇത് കേട്ട് നിന്ന റസാഖ് പറഞ്ഞു, മതി മതി നിർത്തിക്കോ, ഇനിയും തനിക്ക് മതിയായില്ലേടോ എന്ന് ചോദിച്ചപ്പോഴേക്കും സോമശേഖരൻ പറഞ്ഞു, സാറേ ഇവൻ ഇവിടെ നിന്നോണ്ട് എന്നെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഉടനെ റസാഖ് ചോദിച്ചു, അതെ വെറുതെയാണോ സോമശേഖരൻ മനഃപൂർവ്വം കരുതി കൂട്ടി ഇങ്ങനെയൊക്കെ ചെയ്തതിന് തീർച്ചയായിട്ടും താൻ അതിനുള്ള സമ്മാനം വാങ്ങിച്ചു കിട്ടേണ്ടി വരും, അതിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ശിവൻ സോമശേഖരനോട് ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് ശിവൻ പതിയെ ആ ലോക്കപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നേരെ ശാലിനിക്കരികിലേക്ക് എത്തി ഒത്തി വരുന്ന ആ കാഴ്ച കണ്ട് ശാലിനി തൽക്കാലം ഒന്നും മിണ്ടാതെ വിടുന്നു. ഉടനെ സോമശേഖരന്റെ അടുത്ത് നിന്ന് നേരെ ശിവൻ സജീവന്റെ അടുത്തേക്ക് എത്തിയതും സജീവന്റെ തോളിലൊന്ന് ശിവ മുറുക്കി ഒന്ന് പിടിച്ചു. എന്നിട്ട് രൂക്ഷമായിട്ട് സജീവന്റെ നേരെ ഒന്ന് നോക്കുമ്പോഴേക്കും സജീവൻ ഒന്നും മിണ്ടാനാകാതെ തല കുനിച്ചങ്ങനെ ഭയത്തോടെ നിന്നു. ഉടനെ നേരെ ആ ടേബിളിനടുത്തേക്ക് വന്ന ശിവനോട് റസാഖിന്റെ അടുത്തെത്തി ശിവൻ പറഞ്ഞു, റസാഖെ, എന്റെ ചങ്കൂറ്റവും എന്റെ മനസ്സിന്റെ കട്ടിയും എത്ര ആഴത്തിലാണെന്നുള്ളത് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ. അതുകൊണ്ട് നിന്റെ കീഴുദ്യോഗസ്ഥനല്ലേ സോമശേഖരനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇനി ഉള്ള രാത്രികളിൽ സോമശേഖരന്റെ നിഴലിനൊപ്പം ഈ ശിവന്റെ നിഴലുണ്ടാകുമെന്ന് എന്ന് ശിവൻ റസാഖിനോട് പറയുന്നു. ഇത് കേട്ടതും റസാഖ് ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോഴേക്കും ശാലിനി ചോദിച്ചു, റസാഖെ ഇനി എന്തെങ്കിലും ഫോർമാലിറ്റി ഉണ്ടോ വേറെ എന്ന് ചോദിച്ചു റസാഖിനോട് കാര്യം അന്വേഷിച്ചപ്പോഴേക്കും, അതെ റിലീവിങ് ബുക്കിലൊന്ന് ഒപ്പിടണം, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതും ആ രജിസ്റ്ററിൽ ഒപ്പിടിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് അറിയിച്ചു. വരൂ എന്ന് പറഞ്ഞ് ശിവന്റെ അടുത്തേക്ക് എത്തി കോൺസ്റ്റബിൾ വിളിച്ചതും ശാലിനി വേഗം അവിടെ നിന്നിട്ട് പുറത്തേക്ക് പോകുന്നു. ശിവൻ പതിയെ ആ ബുക്കിൽ സൈൻ ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും അവിടെ നിന്ന് സജീവനെയും സോമശേഖരനെയും ഒരിക്കൽ കൂടി ഒന്ന് രൂക്ഷമായി ശിവൻ നോക്കി. അതിനുശേഷം ശാലിനിയുടെ ഒപ്പം കളക്ടറുടെ കാറിൽ കയറി ശിവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സജീവൻ ഭയത്തോടെ അവിടെ നിന്ന് മാറി നിന്നു. അപ്പോഴാണ് ശിവന്റെ ഈ അവസ്ഥ അറിയാതെ ചന്ദ്ര വീട്ടിൽ വന്ന് മാണിക്കോത്ത് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ചന്ദ്രയുടെ ഫോണിലേക്ക് പ്രകാശ് വിളിക്കുന്നു. പ്രകാശിന്റെ കോള് വന്നതും
ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്തതോടെ പ്രകാശ് പറഞ്ഞു, ചന്ദ്ര എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞു, എടാ ഞാൻ എന്താ എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ വീട്ടിലാണ് ഇപ്പൊ താമസിക്കുന്നത്, അതുകൊണ്ട് നീ ഇങ്ങോട്ടൊന്ന് വാ എന്ന് പറഞ്ഞപ്പോ ചന്ദ്രയോട് പ്രകാശ് പറഞ്ഞു, ചന്ദ്ര ഞാൻ എന്തായാലും അവിടേക്ക് വരില്ല, എന്നെ ആട്ടിയിറക്കിയ സ്ഥലമാണ് ആ വീട്, അതുകൊണ്ട് അങ്ങോട്ട് എന്തായാലും ഞാൻ വരില്ല എന്ന് പ്രകാശ് അറിയിച്ചപ്പോഴേക്കും ഉടനെ പ്രകാശിനോട് ചന്ദ്ര പറഞ്ഞു, എടാ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്നോട് എൻ്റെ അച്ഛൻ ക്ഷമിച്ചു, അപ്പോൾ നിന്നെ അച്ഛന് ഉൾക്കൊള്ളാൻ കഴിയും, കാരണം നമ്മളിപ്പോൾ വിവാഹിതരായവരല്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ അംഗീകരിക്കാതിരിക്കില്ല എൻ്റെ അച്ഛൻ, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടേക്ക് വരാനായി പ്രകാശിനെ നിർബന്ധിച്ചു. അപ്പോഴാണ് അവിടെ നിന്ന് ചന്ദ്രയെ വിളിക്കുന്ന ശബ്ദം, മഹേന്ദ്രൻ ചന്ദ്രയെ വിളിക്കുന്ന ശബ്ദം ചന്ദ്ര കേട്ടത്. മോളെ ചന്ദ്രയെ എന്ന് വിളിച്ചതും ഉടനെ ചന്ദ്ര പറഞ്ഞു, പ്രകാശേരെ അച്ഛൻ വിളിക്കണോ, എന്നാ ശരി നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ചന്ദ്ര വേഗം കോള് കട്ട് ചെയ്തു. എന്നിട്ട് ഹാളിലെത്തിയ മഹേന്ദ്രനോട് നിർമ്മല പറഞ്ഞു, ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക മഹിയേട്ടാ, ഇനി ഇപ്പം പോകേണ്ടതുണ്ടോ, ഇന്ന് 1-2 ദിവസം കൂടി ലീവ് എടുത്തൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും മഹേന്ദ്രൻ പറഞ്ഞു, ആ ലീവ് എത്ര വേണമെങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, ഓഫീസിലെ ജോലികളൊക്കെ, അങ്ങനെ വരുമ്പോഴേ നമ്മുടെ ഓഫീസിലുള്ള തൊഴിലാളികൾക്ക് അക്കാര്യത്തിൽ അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായെന്ന് വരില്ല, അവരും ജോലി വലിയ കാര്യമായിട്ട് ചെയ്യുകയും ചെയ്യില്ല, അങ്ങനെ വരുമ്പോൾ നമുക്ക് വിറ്റഴിക്കുന്ന നമ്മുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിൽ വീണ്ടും കുറവ് സംഭവിക്കും, അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമ്മുടെ കമ്പനിയുടെ തന്നെ ടേൺ ഓവറിനെ ബാധിക്കും, അതാണ് സംഭവിക്കുക, അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഞാനായിട്ടുണ്ടാക്കി വെക്കണ്ടല്ലോ, ഇതുവരെ ഒരു കുഴപ്പവുമില്ലാതെ പോകുന്ന നമ്മുടെ കമ്പനി അങ്ങനെ ഒരു വീഴ്ചയിലേക്ക് എത്തിക്കാൻ ഞാൻ തയ്യാറാകണോ എന്ന് ചോദിച്ചതും നിർമ്മല പറഞ്ഞു, ഇനി എന്തായാലും മഹിയേട്ടൻ്റെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര മുന്നിലേക്ക് വന്നു. മോളെ ചന്ദ്രേ എന്ന് പറഞ്ഞതും ഉടനെ മഹേന്ദ്രൻ പറഞ്ഞു, മോളെ ഞാൻ നിന്നെ വിളിപ്പിച്ചതേ നീ വിവാഹം കഴിച്ചെന്ന് പറയുന്ന ആ പയ്യനുണ്ടല്ലോ, ആ പ്രകാശ്, അവനെ എന്തോ എനിക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവന് നീയും കൂടെ നിന്നാൽ എന്താ പറയുക, അവനെ ആരുടെയെങ്കിലും മുന്നിൽ വെച്ച് ഇവൻ എൻ്റെ മരുമകനാണെന്ന് എനിക്കൊന്ന് പരിചയപ്പെടുത്താനെങ്കിലും കഴിയുമോ, അതുകൊണ്ട് മോളെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നീ അതൊക്കെ മറന്നേക്ക് എന്ന് പറഞ്ഞതും ചന്ദ്ര പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞതും അതിനെന്താ, വിവാഹം കഴിഞ്ഞെന്ന് വെച്ച് മോളെ നിനക്ക് പറ്റിയ നല്ലൊരു ആലോചന ഞാൻ കണ്ടെത്താം, അവൻ എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവൻ നിന്റെ ഭർത്താവെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പരിചയപ്പെടുത്താൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് മോളെ, നിന്റെ കൂടെ അങ്ങനെ ഒരു ജീവിതം, അവന്റെ ഒപ്പം ഒരു ജീവിതം, അത് പിന്നീട് എൻ്റെ മോൾക്ക് തന്നെ വലിയ വിഷമമായി തോന്നും, കാരണം ഇപ്പോ നിനക്ക് ഞാൻ പറയുന്നത് ഒരു ഇഷ്ടമില്ലാതെ നിന്റെ മനസ്സിനെ അത് മുറിപ്പെടുത്തുകയൊക്കെ ചെയ്തേക്കാം, പക്ഷേ പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ചു നാൾ കഴിയുമ്പോൾ നിനക്ക് തോന്നും അച്ഛനെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന്. എൻ്റെ മോളെ എനിക്ക് നിന്നെക്കുറിച്ച് ഒത്തിരി പ്രതീക്ഷയുണ്ട്, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രയോട് മഹേന്ദ്രൻ പ്രകാശുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിന്ന് ഒഴിവാകാനായിട്ട് ആവശ്യപ്പെടുന്നു. മോളെ നീ ഒന്ന് നന്നായിട്ടൊന്ന് ആലോചിക്ക്, എന്നിട്ടൊരു തീരുമാനം എടുക്ക്, എൻ്റെ മോളുടെ നന്മയ്ക്ക് വേണ്ടിയാ അച്ഛനെ പറയുന്നത് എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ അവിടെ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങി. ഈ സമയം മഹേന്ദ്രന്റെ വാക്കുകൾ കേട്ട ചന്ദ്ര എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ആകെ വിഷമത്തോടെ കണ്ണുനീരോടുകൂടി നിൽക്കുമ്പോൾ നിർമ്മല അതിന് മറുപടിയൊന്നും പറയാതെ ചന്ദ്രയുടെ ഈ സങ്കടം കണ്ടില്ല എന്ന ഭാവത്തിൽ നിർമ്മല അങ്ങ് നിന്നു. അപ്പോഴാണ് ശാലിനി ശിവനുമായിട്ട് നേരെ ആ വാടക വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴേക്കും റാണി കാത്തു നിൽക്കുകയായിരുന്നു. ശാലിനി അവിടേക്ക് ശിവനെയും കൂട്ടി വന്നിറങ്ങിയതും ശിവനെ കാറിൽ നിന്ന് രാമേട്ടന്റെ സഹായത്തോടെ പുറത്തേക്ക് ഇറങ്ങി. ശിവൻ പതിയെ നടന്ന് പോകുമ്പോഴേക്കും ശാലിനി ചോദിച്ചു, ശിവ കാലിന് വേദന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും നടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ചെറിയൊരു വലിച്ചിലുണ്ട്, കുഴപ്പമില്ല, ഈ ഒരു വേദന അതെന്റെ മനസ്സിൽ അങ്ങനെ കിടക്കുന്നത് സോമശേഖരനോടുള്ള പക അത് ഓർമ്മിക്കാനായിട്ട് എന്നെ സഹായിക്കും, അതെന്തായാലും നന്നായി ഇങ്ങനെ ഒരു വേദന എൻ്റെ ഉള്ളിലുള്ളത്, അപ്പോഴൊക്കെ എനിക്ക് അയാളോടുള്ള പക ഇരട്ടിയായി എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കയറിയെത്തും എന്ന് പറഞ്ഞ് ശിവൻ പതിയെ സിറ്റ് ഔട്ടിലേക്ക് നടന്നെത്തി. അപ്പോഴേക്കും ശിവനെ കണ്ടിട്ട് റാണി ചോദിച്ചു, ശിവേട്ടൻ എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും ഏയ് ഒന്നുമില്ല, ചെറിയൊരു തട്ട് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശാലിനി പറഞ്ഞത്, ശിവ നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് ചോദിച്ചതും ഏയ് കുഴപ്പമില്ല ശാലിനി, ഇത് ഹോസ്പിറ്റലൊന്നും പോകേണ്ട കാര്യമില്ല, നന്നായിട്ട് ഒരു സൂപ്പ് അടിച്ച് ആട്ടിൻ സൂപ്പ് അടിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, പിന്നെ ഇടിയല്ലേ കിട്ടിയിരിക്കുന്നത്, ചതവുണ്ടാവും, അതിന് മുട്ട വാട്ടി കുടിച്ചാൽ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല,
റാണി വേലാതേട്ടൻ എന്തിയേ എന്ന് ചോദിച്ചതും അച്ഛൻ എവിടെയോ പൂരം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. പൂരത്തിന് ചെണ്ടക്കോല് വെക്കുമ്പോ അവിടെ അച്ഛനുണ്ടാവും. അച്ഛനുണ്ടെങ്കിലല്ലേ പൂരത്തിന് ഒരു ആളനക്കം ഉണ്ടാവുള്ളൂ. അതാണ് അച്ഛന്റെ ഭാവം. അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് എന്നറിയിച്ചു. ഉടനെ എന്താ ശിവേട്ടന് പറ്റിയത് എന്ന് റാണി അന്വേഷിച്ചപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, അതെ, ഈ രാമേട്ടനും ശാലിനിയും കൂടി വെറുതെ എന്നെ ഒരു രോഗിയാക്കാൻ നോക്കുന്നതല്ലേ റാണി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ശിവൻ അറിയിച്ചപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, അതൊന്നുമല്ല, ആ സോമശേഖരൻ അവന് ഒന്ന് കൈക്ക് കിട്ടിയപ്പോ അവന്റെ പക തീർത്തു, അതുതന്നെ. അല്ലെങ്കിലും ഈ പോലീസ് അങ്ങനെയാണല്ലോ, അവർക്ക് ലോക്കപ്പിലിട്ട് ആളുകളെ മർദ്ദിച്ച് ഇല്ലാതാക്കുക, കൂട്ടം കൂടിയെന്ന് ഒറ്റയൊരുത്തനെ നേരിടുക, അതാണല്ലോ അവരുടെ ശീലം. അങ്ങനെ വന്ന് അവസാനം ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഒടുവിൽ കെട്ടിത്തൂക്കിയിട്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയും. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് രാമേട്ടൻ അറിയിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, അല്ല, ഇവിടെ ഇപ്പം ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ശിവന് പറ്റിയെന്ന് വരില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം പുറത്ത് ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചപ്പോഴേക്കും റാണി പറഞ്ഞു, അതൊന്നും വേണ്ട ശാലിനി ചേച്ചി, ഞാനിവിടെ ഉണ്ടല്ലോ. ശിവേട്ടന് ഞാനും ചന്ദ്രയെ പോലെ തന്നെയാ. ശിവേട്ടൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാ. അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോളാം. ചന്ദ്ര വരുന്നത് വരെ അതൊന്നും കുഴപ്പമില്ല എന്ന് റാണി അറിയിച്ചു. അപ്പോഴാണ് ശാലിനി പറഞ്ഞത്, ശിവ, ഇനി റെസ്റ്റ് എടുക്കണം, തൽക്കാലം പ്രതികാരത്തിനായിട്ടൊന്നും ഇറങ്ങി പുറപ്പെടണ്ട എന്ന് പറഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, അങ്ങനെ അടങ്ങി ഒതുക്കി ഇരിക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്നെ വേദനിപ്പിച്ചവന് ആ നിമിഷം തന്നെ അതിനുള്ള തിരിച്ചടി കൊടുക്കണം. അതാണ് എൻ്റെ പോളിസി. അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ശിവൻ പറയുമ്പോൾ ശാലിനി പറഞ്ഞു, അത് ആ സോമശേഖരനൊന്ന് കിട്ടേണ്ടതാണ്, അത് സത്യം തന്നെയാ. പക്ഷേ എന്ന് വെച്ച് ഉടനെ തന്നെ അയാളെ തല്ലാനും അയാൾക്കിട്ട് പണി കൊടുക്കാനുമായി ഇറങ്ങി പുറപ്പെടരുത്. സ്വന്തം ആരോഗ്യം ഒന്ന് ഭേദപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശിവൻ പറഞ്ഞു, എന്തായാലും സോമശേഖരനുള്ള പണി അത് ഞാൻ തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. ഇനി അധികം താമസിക്കാതെ അത് ഞാൻ അയാൾക്ക് സമ്മാനമായി നൽകുക തന്നെ ചെയ്യും എന്നറിയിച്ചു. ഉടനെ ശാലിനി പറഞ്ഞു, എന്നാ ശിവ, ഞങ്ങൾ ഇറങ്ങട്ടെ. പിന്നെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി ഉടനെ ഒന്നും പ്രതികാരം വീട്ടാനായിട്ട് ഇറങ്ങണ്ട, ആദ്യം ആരോഗ്യം ഒന്ന് മെച്ചപ്പെടട്ടെ. പിന്നെ ആ സോമശേഖരന് അയാൾക്ക് 2 തല്ല് കിട്ടേണ്ടത് അത്യാവശ്യം തന്നെയാ, അയാൾക്ക് അത് കൊടുക്കുകയും വേണം എന്ന് ശാലിനി അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാലിനി വണ്ടിയിൽ കയറി അവിടെ നിന്ന് നടന്നു. അപ്പോഴാണ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്ന സുധാകരൻ്റെ അടുത്തേക്ക് കാഹളം കുമാരൻ എത്തിയത്. കുമാരേട്ടാ, എനിക്ക് എത്രയും വേഗം ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് കുമാരേട്ടനോട് സുധാകരൻ പറയുമ്പോഴേക്കും കുമാരൻ പറഞ്ഞു, അതിനി എന്താടാ, ഇന്ന് ഡിസ്ചാർജ് ആയില്ലേ, ഇനി വീട്ടിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ കുമാരൻ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവളെവിടെ, ഇത്രയും നേരമായിട്ട് അവളെ കാണുന്നില്ലല്ലോ എന്ന് സുധാകരൻ അന്വേഷിച്ചു. അവൾക്ക് ജോലി വേറെ ഉണ്ടല്ലോടാ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാ അവള് വരുന്നത് എന്ന് പറഞ്ഞ്, നീ ഇനിയിപ്പോ കുറച്ചു നേരം കൊണ്ടൊന്ന് കാത്തിരുന്നാ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദീപ് വേഗം അവിടേക്ക് ഓടിയെത്തി അച്ഛാ എന്ന് വിളിച്ച് സുധാകരന്റെ അരികിലേക്ക് ഓടി വന്നു. ഉടനെ ഭാര്യയും പിന്നാലെ എത്തിയതോടെ, അതെ, നീ എത്തിയല്ലോ, ഇത്രയും നേരമായിട്ടും നിങ്ങളെ കാണാത്തതിന്റെ വിഷമത്തിലായിരുന്നോ സുധാകരൻ? അവൻ എത്രയും വേഗം വീട്ടിലേക്ക് വരാനായിട്ടുള്ള വെപ്രാളത്തിലാ എന്ന് പറഞ്ഞപ്പോൾ ഡിസ്ചാർജും ആയി എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ഭാര്യ ഞെട്ടോടെ ചോദിച്ചു, ഡിസ്ചാർജ് ആയോ എന്ന് ചോദിച്ചതും, അതെന്താ ഡിസ്ചാർജ് ആയോ എന്ന് ചോദിച്ചത്? അല്ല, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, എനിക്കറിയാം സുധാകരേട്ടൻ്റെ അവസ്ഥ, സുധാകരേട്ടൻ്റെ ആഗ്രഹം എന്താണെന്നും എനിക്കറിയാം. പക്ഷേ ഇപ്പം വീട്ടിലേക്ക് പോയാൽ അത് നമ്മുടെ വീട് ഇന്നലത്തെ ആ കാറ്റത്ത് ആ മേൽക്കൂര കൂടി ഇടിഞ്ഞു വീണു. മോൻ ആ സമയത്ത് അപ്പുറത്തെ വീട്ടിലായിരുന്നത് കൊണ്ടാ ആളപായമൊന്നും ഉണ്ടാകാതിരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ മോനും മോളെയും നഷ്ടമാകുമായിരുന്നു എന്ന് സുധാകരനോട് വിഷമത്തോടെ ഭാര്യ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഡിസ്ചാർജ് ആയെങ്കിൽ ഇനി ഇവിടെ നിൽക്കാനും പറ്റില്ലല്ലോ, 1-2 ദിവസമെങ്കിലും കഴിയാതെ വീട്ടിലേക്ക് പോക്ക് നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കുമാരൻ ചോദിച്ചു, ഡിസ്ചാർജ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധാകരൻ പറഞ്ഞു, കുമാരേട്ടൻ പറഞ്ഞു, ഞാനാണെങ്കിൽ ലോഡ്ജിൽ താമസിക്കുന്നവനാ, അങ്ങനെ സ്വന്തമായ ഒരു വീട് പോലും ഇല്ലാത്തവൻ. അതുകൊണ്ട് ലോഡ്ജിൽ താമസിക്കുന്ന എനിക്ക് നിങ്ങളെ അങ്ങോട്ട് വിളിക്കാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതും സുധാകരൻ പറഞ്ഞു, നീ എപ്പോഴും ദൈവത്തെ വിളിക്കുന്നതല്ലേ, നീ ഈശ്വരനോട് പ്രാർത്ഥിച്ചു നോക്ക്, നീ വിളിക്കുന്ന ദൈവങ്ങൾ ആരെങ്കിലും നമ്മളെ സഹായിക്കാനായി എത്തുമോ എന്ന്. എനിക്കെന്തായാലും ഈശ്വരനൊന്നും വിശ്വാസമില്ല. അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോളെ എന്നിൽ നിന്ന് തട്ടിയെടുക്കുമായിരുന്നില്ലല്ലോ എന്ന് സുധാകരൻ സങ്കടത്തോടെ പറഞ്ഞു. അത് കേട്ടതോടെ ഭാര്യ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല സുധാകരേട്ടാ, അങ്ങനെയായിരുന്നെങ്കിൽ കൃത്യസമയത്ത് ആ ഈശ്വരൻ തന്നെയല്ലേ നമ്മുടെ മോനെ അപ്പുറത്ത് കളിക്കാനായി പറഞ്ഞു വിട്ടിരുന്നത്. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു നമുക്ക്?
അതുകൊണ്ട് അങ്ങനെയൊന്നും സുധാകരേട്ടൻ പറയല്ലേ എന്ന് ഭാര്യ സുധാകരനെ തിരുത്തി. അപ്പോഴാണ് ശാലിനി ആ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തിയത്. സുധാകരനും ഭാര്യയും മോനും കൂടി പോകാനായി റെഡിയായി നിൽക്കുമ്പോഴാണ് ശാലിനി അനുപല്ലവിയുമായി അവിടേക്ക് എത്തിയത്. ഇരുവരും കൂടി അവിടേക്ക് വന്ന് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. സുധാകരൻ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും കുമാരേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ശാലിനിയെ കണ്ടതും കുമാരൻ ചാടി എഴുന്നേറ്റത് കണ്ട് ശാലിനി അന്വേഷിച്ചു. അപ്പോഴേക്കും കുമാരൻ പറഞ്ഞു, ഇന്നുവരെ ഡിസ്ചാർജ് ആയി മാഡം എന്ന് പറഞ്ഞപ്പോൾ, ഓ അത് ശരി, ദാ ഇത് അനു അതിങ്ങ് താ എന്ന് പറഞ്ഞ് അനുവിൻ്റെ കയ്യിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങി ശാലിനി ദീപുവിന് നൽകി. ദീപു അത് വാങ്ങിച്ച് താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുമ്പോഴേക്കും ഉടനെ ശാലിനി അവിടെ ഇരുന്നിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഇന്ന് ഡിസ്ചാർജ് ആയെന്നും പക്ഷേ വീട്ടിലേക്ക് പോകാൻ കഴിയില്ലെന്നും ഇന്നിപ്പോൾ ഒരു ഡിസ്ചാർജ് ആയി എങ്ങോട്ട് പോകുന്നുള്ള ആശങ്കയിലാണെന്നും ശാലിനിയോട് കാഹളം കുമാരൻ അറിയിച്ചു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ബാക്കി കൂടി ഉണ്ടായിരുന്ന ആ മേൽക്കൂര കൂടി ഇടിഞ്ഞു വീണു എന്നും ഇന്നലത്തെ കാറ്റത്ത് അങ്ങനെ വീടാകെ തകർന്നു, ഇപ്പോൾ ഇവർക്ക് പോകാൻ ഒരിടമില്ലാതിരിക്കുകയാണ്, ഇന്ന് ഡിസ്ചാർജും ആയി എന്ന് അറിയിച്ചു. അതോടെ ശാലിനിയും ആകെ ടെൻഷനിലായി. ഇനിയിപ്പം എന്ത് ചെയ്യും? എന്തായാലും സൂപ്രണ്ടിനോടൊന്ന് ചോദിച്ചു നോക്കാം, 1-2 ദിവസം കൂടി ഇവിടെ നിർത്തുമോ എന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും സൂപ്രണ്ട് അവിടേക്ക് എത്തി. മേഡം വന്നുവെന്നറിഞ്ഞു, അതാ ഞാൻ വേഗം ഇങ്ങ് എത്തിയത് എന്ന് പറഞ്ഞ് ശാലിനിയോട് സൂപ്രണ്ട് വന്ന് കുശലാന്വേഷണം നടത്തി. അപ്പോഴേക്കും സുധാകരൻ ഇപ്പോൾ ഓക്കെ ആയില്ലേ, ഇന്ന് ഡിസ്ചാർജ് ആയല്ലോ, ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഇനി അതോർത്ത് നിങ്ങളാരും ടെൻഷൻ ആവണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അതെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അതെ ഇനി 1-2 ദിവസം കൂടി ഇവരിവിടെ നിർത്താൻ പറ്റുമോ എന്നായിരുന്നു ശാലിനിയുടെ ചോദ്യം. ഉടനെ സൂപ്രണ്ട് ചോദിച്ചു, അതെന്താ ഇവർ ഡിസ്ചാർജ് ആയതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും കുമാരൻ പറഞ്ഞു, സാറ് ഒന്ന് കരുണ കാട്ടണം, 1-2 ദിവസത്തേക്കും കൂടി ഇവരിവിടെ നിർത്തണം, കാരണം ഇന്നലത്തെ കാറ്റത്തും മഴയത്തും ഇവരുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു, അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് പോകാൻ ഒരിടമില്ല, സാറിന് സഹായിക്കണം എന്ന് കുമാരൻ പറഞ്ഞതും ഉടനെ ഇത് കേട്ട് സൂപ്രണ്ട് പറഞ്ഞു, അയ്യോ ഞാൻ എന്ത് ചെയ്യാനാ, ഇപ്പോൾ ഡിസ്ചാർജ് ആയി പോയില്ലേ, സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് പണ്ടൊക്കെ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുമായിരുന്നു, എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മേഡം കൂടി ഇടപെട്ട ആ ഒരു പ്രശ്നമില്ലേ, അതിനുശേഷം ഞാനിപ്പം കുറച്ച് കർക്കശക്കാരനായി, ഇപ്പോൾ ഞാൻ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിസ്ചാർജ് ആയ ഒരാളെ, ഒരു പേഷ്യൻറ്റിനെ ഇവിടെ പിടിച്ചു നിർത്താൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് മനസ്സിലുണ്ടായിരുന്ന അത്തരം വിട്ടുവീഴ്ച മനോഭാവമൊക്കെ അതോടെ പാടെ ഇല്ലാതായി, ഇപ്പോൾ നിയമം അനുസരിക്കുന്ന, നിയമം കൽപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ എന്ന് സൂപ്രണ്ട് അറിയിച്ചു. അതുകൊണ്ട് എനിക്ക് ഇക്കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് മാഡം എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ശാലിനി പറഞ്ഞു, സാരമില്ല എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സൂപ്രണ്ട് പറഞ്ഞു, അതെ മേഡം എന്തായാലും ഇവരെ കൈവിടില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം മേഡം തന്നെ ഒരുക്കി കൊടുക്കൂ, മേഡത്തിന് അതും കൂടി ഒരു പൊൻതൂവലായിട്ട് ഈ ഒരു പ്രവൃത്തി കൂടി മേഡത്തിന്റെ കരിയറിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ശാലിനി പറഞ്ഞു, ഇവരെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം, എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചതോളം, എന്തായാലും അഭിനന്ദനത്തിനും ഈ അഭിനയത്തിനും നല്ലൊരു കയ്യടി എന്ന് പറഞ്ഞ് ശാലിനി കൈയടിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ ഇതുവരെ ഗുഡ് ലിസ്റ്റിൽപ്പെട്ട സൂപ്രണ്ട് തൽക്കാലം ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ആ ഒരു ചീത്തപ്പേര് കേൾക്കണ്ട, പിന്നെ ഇനി മുന്നോട്ടുള്ള വഴികളിൽ ഒരേ പാതയിലല്ല നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ പോലും പരസ്പരം കണ്ടുമുട്ടേണ്ട സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകും, അതുകൊണ്ട് ഇന്നും ഈ ഗുഡ് ബുക്കിൽ തന്നെ അങ്ങനെ പേര് കിടക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം എന്ന് ശാലിനി സൂപ്രണ്ടിനോട് പറഞ്ഞു. അപ്പോഴേക്കും എവിടേക്ക് പോകുമെന്നറിയാതെ ആകെ നിരാശരായി, ആകെ ടെൻഷൻ അടിച്ച് അവരങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി അവരെ രക്ഷപ്പെടുത്താൻ എന്താണ് ഒരു പോംവഴിയെന്നും എവിടേക്ക് താൻ കൊണ്ടുപോകുമെന്നും ശാലിനി ആലോചിച്ചു. പിന്നീട് ശാലിനി കണ്ടെത്തിയ ഒരു പോംവഴി നേരെ അവരെ കുടുംബശ്രീ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നതായിരുന്നു. ഒടുവിൽ അവരെയും കൂട്ടി ശാലിനി നേരെ കുടുംബശ്രീയിലേക്ക് വന്നെത്തി. ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശ്യാമയും ശാന്തേശിയും ഇതാരാണ് വന്നതെന്ന രീതി സംശയിച്ചു നോക്കുമ്പോൾ ഗോപാലകൃഷ്ണനും ശാലിനി വന്നത് കണ്ട് വളരെ ദേഷ്യത്തോടെ നോക്കി. അപ്പോഴേക്കും കാറിൽ നിന്നിറങ്ങിയ സുധാകരനെയും കുടുംബത്തെയും ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു. അവിടെ വന്നതിന് ശേഷം ശാലിനി എല്ലാ കാര്യങ്ങളും ഗോപാലകൃഷ്ണനോട് പറഞ്ഞു. തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് അവരെ ഇവിടെ താമസിപ്പിക്കാനാണ്, അതിനുവേണ്ടി അച്ഛനോട് അനുവാദം ചോദിക്കാനാത്താൻ വന്നതെന്ന് ശാലിനി ആവശ്യപ്പെടുമ്പോൾ അത് കേട്ട് നിന്ന ശ്യാമ അപ്പുറത്ത് വന്ന് പറഞ്ഞു, അത് ശരി, ഇവിടെ ഇപ്പോൾ ഒരാള് പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി വന്നതേ ഉള്ളൂ,
കുഞ്ഞിന്റെ കരച്ചിൽ കാരണം ഒന്ന് കിടന്നുറങ്ങാൻ കൂടി കഴിയുന്നില്ല. ഇനിയിപ്പോ നടക്കാൻ പോലും പറ്റാത്ത ഒരാളെയും അയാളുടെ കുടുംബത്തെയും കൂടി ഇവിടെ കൊണ്ടുവന്ന്